ഞാൻ പറയാൻ പറ്റില്ല. അവിടുത്തെ പ്രകടനം കഴിഞ്ഞിട്ട് ചിലപ്പോൾ വരുമല്ലോ സുരേഷ് ഗോപിയുടെ അവിടുത്തെ ഓഫീസിൽ നിന്ന് പ്രകടനം വരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് പറയാൻ പറ്റില്ല, ഇതൊന്നും പറയാൻ പറ്റില്ല. ഇവിടെ ബി.ജെ.പിയുടെ എന്തെങ്കിലും ഭാരവാഹിത്വം എന്തെങ്കിലും ഉണ്ടോ? ബി.ജെ.പിയുടെ പറയുകയില്ലേ, ഞാൻ സുരേഷ് ഗോപിയുടെ 20 വർഷത്തെ ആരാധകനാണ്. പിന്നെ അയാൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു സ്ഥാപനമൊക്കെ തുടങ്ങി അയാളെ കൊണ്ട് ഒരു ഉദ്ഘാടനം കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്രയും കാലം കഷ്ടപ്പെട്ട് പണിയെടുത്ത് വെച്ചിരിക്കുന്നു. അപേക്ഷയൊക്കെ കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ആള് വരാത്തതുകൊണ്ട് ഇതുവരെ ഉദ്ഘാടനം ചെയ്തിട്ടില്ല. ആള് എന്ന് വരുന്ന അന്ന് മാത്രമേ ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി 6 മാസമായി ആ സ്ഥാപനം ഓപ്പൺ ആക്കിയിട്ട് ഇതുവരെ ചെയ്തിട്ടില്ല. പിന്നെ പ്രത്യേകിച്ച് ആളെ എനിക്ക് ഭയങ്കര താല്പര്യമാണ്. പിന്നെ ഈ പാർട്ടിയോടും താല്പര്യമാണ്. മോദിയാണ്. സുരേഷ് ഗോപി ഇപ്പോൾ ഈ രാഷ്ട്രീയത്തില് സജീവമായതിനു ശേഷമാണോ അദ്ദേഹത്തോട് അല്ല, എനിക്ക് 20 വർഷമായിട്ട് സിനിമയില് തൊട്ടേ എനിക്ക് ഇഷ്ടമാണ്. പിന്നെ രാഷ്ട്രീയത്തിൽ വന്നപ്പോൾ കൂടുതൽ താല്പര്യമായി. പിന്നെ എനിക്ക് അത്രയും ചങ്ങാണ് അങ്ങേര്. അതൊരു ടീഷർട്ടൊക്കെ ഞാൻ പ്രത്യേകിച്ച് അണ്ണാമല തമിഴ്നാട്ടിലെ ഒറിജിനൽ IPS ആണ് ഇയാള് ഒറിജിനൽ IPS കൂടെയാണ്. പിന്നെ നല്ല വിദ്യാഭ്യാസം, നല്ല അവിടുത്തെ ജനങ്ങളായിട്ട് കവർ ചെയ്യാൻ പറ്റിയ ആളാണ്. ഇങ്ങേര് IPS തന്നെ, പക്ഷെ ഫിലിം സ്റ്റാറാണ്. ഒറിജിനല് ഇങ്ങനെ രണ്ടാളും സൂപ്പർ സ്റ്റാറാണ്. അവിടുത്തെ കിങ് അണ്ണാമല, ഇവിടുത്തെ കിങ് സുരേഷ് ഗോപി. ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ഒരാൾ പോയാൽ മതി, കേരളം നന്നാവും. അത്രേ ഉള്ളൂ. കേരളം നന്നാവണമെങ്കിൽ ഇവിടുന്ന് ഒരാൾ വേണം, എന്നാലേ കേരളം നന്നാവും. നമുക്ക് വേണ്ടിയിട്ട് കേരളത്തിക്ക് വേണ്ടി എന്തെങ്കിലും മേടിക്കാനോ കൊടുക്കാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സുരേഷ് ഗോപിനോട് പറ്റും. പക്ഷെ ആളാകുമ്പോൾ ആത്മാർത്ഥമായിട്ട് ചെയ്യും, മറ്റുള്ളവരല്ല. ആള് ആത്മാർത്ഥമായിട്ട് ചെയ്യുകയും ചെയ്യും, കൊടുക്കുകയും ചെയ്യും. അതിൽ യാതൊരു സംശയമില്ല, ഉറപ്പാണത്. സുരേഷ് ഗോപി ജയിക്കുന്ന ഉറപ്പാണ്. ജയിക്കും എന്റെ ചങ്ങല്ലേ, ജയിക്കാൻ ഇപ്പൊ ഇത്രയായില്ലേ, ഇനിയിപ്പോ എന്നിട്ടത് ഇത്രയ്ക്കായില്ലേ, ഇനിയിപ്പോ ജയിച്ചു, ഉറപ്പാ, ജയിച്ചു, ഉറപ്പിച്ചു. തമിഴ്നാട്ടിൽ നിന്ന് ഇറങ്ങിയതാണോ? 4ാമത്തെ റൗണ്ട് 5 റൗണ്ട് നമ്പർ 5 പൂർത്തീകരിച്ച് 6ാമത്തെ റൗണ്ട് സ്ഥാനാർത്ഥി എപ്പോ എത്തി? സ്ഥാനാർത്ഥി ഇനിയിപ്പോ ഓഫീസിൽ പോയാലും കറക്റ്റ് എനിക്കറിയില്ല. അപ്പൊ ഡയറക്റ്റ് അവിടുന്ന് വരില്ലേ.